ശ്രീ സജി നന്ദ്യാട്ട്, ഇപ്പോൾ ദിലീപിന് ജാമ്യം നിഷേധിക്കപ്പെട്ടത് വീണ്ടും ഒരു ദിവസം കൂടി ഒരു ചർച്ചയ്ക്ക് കാരണമാകുന്നു. ദിലീപിൻ്റെ കുറ്റങ്ങൾ പഴയത് ഓരോന്നോരോന്നായി വീണ്ടും വീണ്ടും വരുന്ന അവസ്ഥയുണ്ട്. ദിലീപിനെ നിരപരാധിയാക്കാനും ദിലീപിനെ പ്രതിയാക്കാനും അങ്ങനെ വിധിക്കുന്ന ജഡ്ജിമാരാണ് മാധ്യമങ്ങളിൽ ചർച്ചകൾ നടത്തുന്നത് എന്ന ആരോപണം ഒരു ഭാഗത്തുള്ളപ്പോൾ തന്നെയാണ് ശ്രീ രാംകുമാർ വക്കീൽ പോലും ഇന്ന് ഈ ചർച്ചയിൽ അത് പറഞ്ഞു. അപ്പോൾ ആ നിലയ്ക്ക് ഉള്ളപ്പോൾ തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇപ്പോൾ അങ്ങയുടെ മുമ്പാകെ വെക്കുന്നത്. ഈ ജാമ്യം നിഷേധിക്കപ്പെട്ട രാത്രിയിൽ ചർച്ചയിലും ദിലീപിൻ്റെ പഴയകാല സിനിമാ പ്രവർത്തകരോടുള്ള അനുഭവങ്ങളാണ് അദ്ദേഹത്തെ ഇപ്പോഴും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നത് എന്ന് ബൈജു കൊട്ടാരക്കരയെ പോലുള്ളവർ ഇപ്പോഴും ഈ ചർച്ചയിൽ പറയുന്നു. ഡോക്ടർ ലാൽ, അത് സ്വാഭാവികമാണ്. ദിലീപിന് ഇന്ന് ജാമ്യം കിട്ടില്ലെന്ന് ഇന്നലത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞത് ലാൽ ഓർക്കുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ നിയമപണ്ഡിതനൊന്നുമല്ല, നിയമ വിദ്യാർത്ഥിയുമല്ല, നിയമത്തിലെ LKG വിദ്യാർത്ഥിയാണ്. അപ്പോ മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വാഭാവികമായും ഇങ്ങനെയുള്ള കേസിൽ ജാമ്യം കിട്ടില്ല, അത് ആർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമെന്ന് ഉറപ്പുമില്ല. വേണമെങ്കിൽ കിട്ടാം, അതൊക്കെ ജഡ്ജസിന്റെ ഡിസ്ക്രിമിനേറ്റിംഗ് പവറാണ്. ഇവിടെ ഓരോ പ്രാവശ്യവും പബ്ലിക് പ്രോസിക്യൂട്ടർ ജാമ്യം ലഭിക്കാതിരിക്കാൻ വേണ്ടിയുള്ള തടസ്സവാദങ്ങൾ ഉന്നയിക്കുക സ്വാഭാവികമാണ്. അത് അവരുടെ ജോലി അതാണ്. കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത്? മൊബൈല് റിക്കവർ ചെയ്യാനുണ്ട്. ഇന്ന് പറഞ്ഞത് എന്താണ്? സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാ കേസിലും പബ്ലിക് പ്രോസിക്യൂട്ടർ ചെയ്യുന്ന ഒരു കാര്യമാണ്, റിമാൻഡ് കാലാവധി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ദിലീപിന് അനുകൂലമായി ഒത്തിരി പോസ്റ്റുകൾ വരുന്നു സോഷ്യൽ മീഡിയയിൽ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചർച്ച. അതിന് വിരുദ്ധമായി പറയാൻ കാരണം, ദിലീപിന് അനുകൂലമായി പ്രതികൂലമായി പബ്ലിക് മീഡിയയിൽ പോസ്റ്റുകൾ വന്നപ്പോൾ ഇവിടെ ആർക്കും പ്രശ്നമില്ലായിരുന്നു. ദിലീപിന് കോടതിയിലും മറ്റു സ്ഥലങ്ങളിലും ഹാജരാക്കുമ്പോൾ തെളിവുറപ്പിന് കൊണ്ടുപോകുമ്പോൾ കുട്ടി വിളിക്കുന്നതുകൊണ്ട് ആർക്കും ആ കൂകി വിളിക്കുന്ന ഒരു താല്പര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ പകുതി പേർ കൈയടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ദിലീപിന് അനുകൂലമായ പോസ്റ്റുകൾ വരുന്നു എന്ന് കാണുമ്പോൾ പലരും അസ്വസ്ഥാകുന്നു. അപ്പോൾ ഇത് ഒരു അജണ്ടയല്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ മിസ്റ്റർ ലാൽ? അപ്പോ ഇവിടെ സാമാന്യ രീതി നടപ്പിലാക്കണം. ദിലീപ് തെറ്റുകാരനാണെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ അത് തീരുമാനിക്കുന്നത് നമ്മളല്ല. മീഡിയ റൂമിൽ നിന്നുകൊണ്ട് ജഡ്ജസ് ആകേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെയും നമുക്ക് തെറ്റിദ്ധരിക്കാൻ പറ്റില്ല. കാരണം എല്ലാ മീഡിയ റൂമുകളിലും കുറച്ച് മീഡിയ റൂമുകളിൽ ഒരു സ്പെഷ്യൽ അജണ്ട ഉള്ളതുപോലെ ചില കോമ്പയർമാരുടെ രീതികൾ കാണുമ്പോൾ കേരള ജനതയ്ക്ക് തോന്നാറുണ്ട്. നിഷ്പക്ഷത പാലിക്കുക. ആരാണ് പ്രതിയെന്ന് നമ്മളോട് പോലീസ് പറയുന്നു, നമ്മളത് കണ്ടെത്തിയിരിക്കുന്നു, നമ്മളത് വിശ്വസിക്കുന്നു. ഇനി കുറ്റവാളിയാണെന്ന് കോടതി പറയുന്നത് വരെ ഈ മാധ്യമങ്ങളിൽ നിന്നുകൊണ്ട് ചില ജഡ്ജിമാരെ പോലെ പെരുമാറുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ എങ്ങനെ കുറ്റപ്പെടുത്താൻ? ശ്രീ സജി നന്ദ്യാട്ട്, ആ മാധ്യമങ്ങളുടെ അവതാരകർ ഒരുപക്ഷെ അവരുടെ മുമ്പിൽ എത്തുന്ന അതിഥികൾ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കാം അത്തരം നിലപാടുകളിലേക്കും നിഗമനങ്ങളിലേക്കും പോകുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ബൈജു കൊട്ടാരക്കരയും മമ്മി സെഞ്ചുറിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ടാണ് ഈ രീതിയിൽ പഴയകാല അനുഭവങ്ങൾ വെച്ച് ദിലീപിൽ ഒരു ഇത്തരമൊരു ചിന്തയുണ്ട്, ദിലീപിന്റെ മനസ്സിൽ ഇങ്ങനെയാണ് ആളുകളോട് പെരുമാറ്റം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ലാൽ, മലയാള സിനിമയില് 50,000 പേര് പ്രവർത്തിക്കുന്നുണ്ട് ഏകദേശം മലയാള സിനിമയെ ബന്ധപ്പെട്ട്. നമ്മുടെ ചാനലുകൾ 8 ചാനലുകളിൽ ചർച്ചകളിൽ എത്ര പേർ ദിലീപിനെതിരായി വന്നു സംസാരിക്കാൻ? ഞാൻ ചോദിക്കട്ടെ, ദിലീപിന് അനുകൂലമായി ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ ഒരാൾ സംസാരിച്ചു, ദിലീപ് ഉപകാരം ചെയ്ത ഒരാളെ സംസാരിക്കുന്നത് എനിക്കത് ഇഷ്ടം തോന്നി. അപ്പൊ പ്രതികൂലമായി സംസാരിക്കുന്നതിന് വേണം, അനുകൂലമായി സംസാരിക്കുന്നതിന് വേണം. ഇപ്പൊ ദിലീപ് ചെയ്ത ചാരിറ്റി പ്രവർത്തനം ദിലീപ് ഇന്ന് വരെ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ കൊച്ചി ഖലീഫയുടെ വൈഫ് പറഞ്ഞ എന്താണ്? ഇന്ന് വരെ ആരോടും പറയാതെ എല്ലാ മാസവും എനിക്ക് പണം നൽകുന്നു, എന്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും നൽകുന്നു. അത് ദിലീപ് ഇന്ന് വരെ മാധ്യമങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ചിലർ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യും. അപ്പൊ നമ്മൾ പറയേണ്ടത് ദിലീപ്, ഞാൻ പറഞ്ഞല്ലോ ലാൽ, ദിലീപ് തെറ്റുകാരനാണെങ്കിൽ ചാട്ടവാറിനടിക്കണം. അത്രയും ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത്. ദിലീപ് പ്രതിയാണെന്ന് പോലീസ് പറയുന്നു, നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ ദിലീപിനെ പ്രതിയാക്കാൻ അറസ്റ്റ് ചെയ്തതിന് മുമ്പ് തന്നെ 1 മാസമായിട്ട് പലരും വീടുകളിൽ നിന്നും ചാനൽ ഓഫീസിൽ താമസമാണ്. ദിലീപ് പ്രതിയാണ്. ഇതിന് മറുപടി താങ്കളാണ് പറയേണ്ടത്. സജി,
ആ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഈ ദിലീപ് പ്രതിയാവുന്നതിന് 1 മാസം മുമ്പൊന്നും ആരും ചാനലിൽ വന്നിട്ട് ഇങ്ങനെ പ്രസംഗിച്ചിട്ടൊന്നുമില്ല. ദിലീപ് പ്രതിയാവുന്ന ആരും പറഞ്ഞിട്ടുമില്ല. ഈ നിമിഷം വരെ ഞങ്ങൾ ആരും പറഞ്ഞിട്ടുമില്ല. സജി, എൻ്റെ താങ്കളുടെ തോന്നലാണ്. ദിലീപിന്റെ കുഴി തോണ്ടിയത് ദിലീപ് തന്നെയാണ്. ആ കേസിന്റെ കാര്യം, കേസ് കൊടുത്തതും ആ വിളിച്ചത് ഞാനല്ല എന്ന് പറഞ്ഞതും ജയിലിലെ കാര്യങ്ങൾ പറഞ്ഞതും ഒക്കെ അദ്ദേഹം തന്നെയാണ്. അല്ലെങ്കിൽ ആ ദിലീപ് ആ കേസ് കൊടുത്തില്ലായിരുന്നുണ്ടെങ്കിൽ ദിലീപ് പ്രതിയാവുമായിരുന്നോ? ഈ കേസിനെ കുറിച്ച് ആൾക്കാർ അറിയുമായിരുന്നോ? അപ്പോൾ ഓരോരോ ഘട്ടത്തിലും ദിലീപ് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടുവന്നത്. അങ്ങനെയാണ് ഈ പേര് പോലും പുറത്തു വരുന്നത്. പിന്നെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ? കുറച്ചു മുമ്പേ ലാല് ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. ലാല് പറഞ്ഞു സിനിമയിൽ പലരും ദിലീപിനെ അനുകൂലിച്ച് വരുന്നുവെന്ന്. ഒന്ന് അജു വർഗീസിന്റെ കാര്യം പറഞ്ഞു. ശരിയാണ്. അജു വർഗീസ് ചെയ്ത തെറ്റെന്താ? അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ അറിയാതെ ആ പെൺകുട്ടിയുടെ പേരെഴുതിപ്പോയി. അതാണ് അദ്ദേഹം ചെയ്തത്. ആർക്കും വരാവുന്ന ഒരു തെറ്റാണ് അത് നമുക്ക് ക്ഷമിക്കാൻ നോക്കാം. അടൂർ ഗോലൻ സാറിനെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകനാണ്. അടൂർ ഗോലൻ സാർ നേരത്തെ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ അല്ലാലെ? അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മലയാള സിനിമ മിമിക്രി സിനിമയായിപ്പോയി, മലയാള സിനിമയിലെ മിമിക്രിക്കാരാണ് കയറി മൊത്തം നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ശ്രീ ബൈജു കൊട്ടാരക്കര, അടൂരിനെ പോലുള്ളവർക്ക് ഇത്തരത്തിലുള്ള അഭിപ്രായം ഇപ്പോഴും സിനിമയെ കുറിച്ചുണ്ട്. പക്ഷെ ദിലീപ് എന്ന വ്യക്തിയെ കുറിച്ച് ഈ അവസരം വന്നപ്പോൾ മിമിക്രി സിനിമകൾ ഉണ്ടാക്കിയ ആളെന്നുള്ള നിലയ്ക്ക് ആ വൈരാഗ്യം അദ്ദേഹം എടുത്തില്ല. അതാണ് ബൈജു കൊട്ടാരക്കര പക്ഷേ അങ്ങനെ ചെയ്തില്ല എന്നുള്ളതൊക്കെയാണ് സജി നന്ദിയായിട്ട് പറയുന്നത്. സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളിനെ കിട്ടിയ അവസരം ഉപയോഗിച്ച് ഒരു മറുഭാഗത്ത് എത്തിക്കാൻ ശ്രമിക്കുന്നു. ലാൽ, ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കിയില്ല. അങ്ങനെ മിമിക്രിക്കാരാണ്, മിമിക്രി സിനിമയാണ് മലയാള സിനിമ, മിമിക്രിക്കാരെ വെച്ചാണ് അടുത്ത സിനിമ മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞ ഗോപാലൻ സാറ് സിനിമ ലാസ്റ്റ് സിനിമ എടുത്ത ആരെ വെച്ചാ? ഒരു മിമിക്രിക്കാരനെ വെച്ചല്ലേ എടുത്തത്, ദിലീപിനെ വെച്ചല്ലേ എടുത്തത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു എത്ര വലിയ സംവിധായകനായാലും അദ്ദേഹത്തിന്റെ ആ രീതിയിലുള്ളൊരു നിലപാടൊക്കെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാനും ഒരു സംവിധായകനാണ്, പക്ഷെ ഒരിക്കലും അടൂർ സാറിന്റെ 7 അയലത്ത് നിൽക്കാൻ യോഗ്യത ഇല്ലാത്ത ഒരാളാണെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നിലപാടുകൾ എടുക്കുമ്പോൾ അതെല്ലാ മനുഷ്യരും നിലപാടുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പക്ഷേ അല്ല, നമ്മൾ ഈ കാര്യത്തിൽ നിന്ന് മാറിപ്പോവാണ്. നിലപാടുകളുടെ കാര്യം പറയുമ്പോൾ ശ്രീ സജി നന്ദിയായിട്ട് താങ്കൾക്ക് ഇത് വ്യക്തമാകുന്നുണ്ടോ? ബൈജു കൊട്ടാരക്കര പറയുന്ന ഈ നിലപാട്? അല്ല, എനിക്കൊരു നിലപാടാണ്. എന്റെ വിശ്വാസം എനിക്ക് കാത്തു സംരക്ഷിക്കാൻ എന്റെ രാജ്യത്തിന്റെ ഭരണഘടന മൗലികാവകാശം എനിക്ക് അവകാശം തന്നില്ലാൽ എനിക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം എനിക്ക് മുറുകെ പിടിക്കാൻ അവകാശമുണ്ട്. ഞാനൊരു വ്യക്തിയാണല്ലോ, ഞാനൊരു വ്യക്തിയല്ലേ. പിന്നെ ദിലീപ് എന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. പക്ഷേ ഞാൻ പറയുന്നത്, പ്രതിയാകുന്നു ഒരാള്, കുറ്റവാളിയാകുന്നു കോടതി വിധിക്കുന്നത് വരെ നമ്മൾ അതിനകത്ത് മെറിറ്റും ഡീമെറിറ്റുകളും തമ്മിൽ അവരുടെ കോടതിയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടറിന് തെളിവുണ്ടാകും നമുക്കറിയില്ല. ഞാൻ ഒരു പക്ഷേ സംശയിക്കുന്നു, നമ്മളെയൊക്കെ കബളിപ്പിക്കുന്ന വലിയൊരു സസ്പെൻസ് ആയ തെളിവ് ചിലപ്പോൾ അവിടെ കാണാം, അല്ലെങ്കിൽ ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇവിടെ പൊതുമധ്യത്തിൽ ഒരാളെ പ്രതിയായി നമ്മൾ തന്നെ ആദ്യം തന്നെ സ്ഥാപിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സമൂഹത്തിൽ ഈ അടുത്ത നാൾ വന്ന ഒരു അപജയം എന്താണ്? കിംവദന്തികളെ നമ്മൾ സത്യമായി പരിണമിക്കുന്ന ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഈ അടുത്ത നാൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ദിലീപിന് അവർ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് ഗവൺമെന്റ് സമ്മർദ്ദം കയറി. ഗവൺമെന്റ് ജനങ്ങളോട് ഉത്തരം പറയേണ്ട അവസ്ഥ വന്നു. പോലീസ് അവരുടെ ജോലി ചെയ്തു. അവരൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റുന്നില്ല. പക്ഷേ കോടതിയിലാണല്ലോ സത്യം തെളിയുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള വാദിഭാഗവും പ്രതിഭാഗവും തമ്മിലുള്ള അവരുടെ വിചാരണ വേളയിൽ തെളിവുകൾ അവിടെ ഹാജരാക്കപ്പെടും. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജഡ്ജി, അവിടെ ഇരിക്കുന്ന ആള് തലയിൽ ബോധമില്ലാത്ത ആളല്ല. ജഡ്ജ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇതെല്ലാം കണ്ടും കേട്ടും നടത്തിയ ആളാണ്. അദ്ദേഹത്തെ ഒരു തീരുമാനം എത്തും. ആ ന്യായാധിപൻ ഇയാൾ കുറ്റവാളിയാണോ അല്ലയോ നമ്മൾ തീരുമാനിക്കുന്നത്. ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ സജി നന്ദിയാട്ടിലേക്കും ശ്രീ മമ്മി സെഞ്ചുറിയിലേക്കും ശ്രീ ബൈജു കൊട്ടാരക്കരയിലേക്കും. പക്ഷെ അതിനു മുമ്പ് ശ്രീ സുഭാഷ് ബാബു, ഈ കേസിന്റെ ഇതുവരെയുള്ള ഈ ദിവസങ്ങളിലെ പോക്ക് വച്ചിട്ട് മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധമുള്ള അഭൂതപൂർവമായ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഈ കേസിൽ. അത് ദിലീപ് എന്ന ഒരു സിനിമാ താരമായതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ സംഭവിക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട്. ഒരു പ്രതിയാക്കപ്പെട്ട, ഗൂഢാലോചനയിൽ പ്രതിയാക്കപ്പെട്ട ഒരാൾ പോലീസിന്റെ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് അഡ്വക്കേറ്റ് രാംകുമാറൊക്കെ പറയുന്നത് പോലെയുള്ള സ്ഥിതിയിൽ നിൽക്കുന്ന ഒരു കേസിൽ ഇങ്ങനെ ആരോപണം കേട്ട് ജയിലിനകത്ത് നിൽക്കുന്ന ഒരു സന്ദർഭം മുൻകാലങ്ങളിൽ ഉണ്ടോ? അതോ ഇതൊരു വളരെ എക്സെപ്ഷണലായ ഒരു സ്ഥിതിവിശേഷമാണോ? ഇല്ല, അതിപ്പം ദിലീപ് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടും അദ്ദേഹത്തിന് അനുകൂലമായും പ്രതികൂലമായിട്ടും ഒരുപാട് വ്യക്തികളുണ്ട്. അദ്ദേഹത്തിനോട് ഒരുപാട് ദേഷ്യമുള്ള ആളുകളുണ്ട്. അതൊക്കെ ഈ സമയം ശരിയായാലും തെറ്റായാലും അവർ ഉപയോഗിക്കുന്നത് സ്വാഭാവികം മാത്രമാണ്. അതുകൊണ്ട് അനുകൂലമുള്ള ആളുകളും ആദ്യം അടങ്ങിയിരുന്നാലും ഇനിയിപ്പോൾ അത് പുറത്തേക്ക് വരേണ്ടത് അവർക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്നതായിരിക്കും. പക്ഷേ അങ്ങനെ വരുത്താൻ വേണ്ടി ശ്രമം തീർച്ചയായിട്ടും നടക്കും. കാരണം അദ്ദേഹം ഇത്രയും മോശക്കാരനാണ് എന്ന് ചിത്രീകരിക്കുമ്പോൾ ഇനിയും ആക്രമിക്കപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ ഗൗരവമുള്ള പ്രശ്നം വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവരുടെ പേരല്ലാതെ വേറെ കഥയായിട്ട് പോലും അവരുടെ സ്വഭാവത്തിൽ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാലേ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് കേരളത്തിലുടനീളം ഒരു പ്രചാരക സംഘമുണ്ട്. അത് ഇവർക്കൊക്കെ നമ്മുടെ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. അദ്ദേഹം അത് വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ സിനിമയൊക്കെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രചാരക സംഘത്തെ അവരെ ഉപയോഗിക്കാനും അല്ലെ അവർ സ്വയം മുന്നോട്ട് വരികയും ചെയ്തു കഴിഞ്ഞാൽ വളരെ ഭീമമായ പ്രചാരണം ദിലീപിന് അനുകൂലമായിട്ടുണ്ടാവും, നടിക്കെതിരെ ഉണ്ടാവും, യാതൊരു സംശയം വേണ്ട. അത് ഇനി അടുത്ത ദിവസങ്ങളിൽ കാണാൻ പോകുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് ജാമ്യം കിട്ടിക്കഴിഞ്ഞാലായിരിക്കും ഇത് കൂടുതൽ ശക്തമാകുന്നത്. ജാമ്യം കിട്ടുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അപ്പുണ്ണിയെ അറസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ ബാക്കി പ്രതികളെ പോലീസ് ഫിക്സ് ചെയ്ത് അറസ്റ്റ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ഫോൺ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അപ്പുണ്ണിയിലും കൂടെ ഒരു ശ്രമം നടത്തും. അതും കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഭാര്യയോ അവരുടെ അമ്മയോ അവരിൽ നിന്നും ഒരു ശ്രമം നടത്തി അതും സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്നിരുന്ന് അതുവരെ അവരുടെ ഈ അന്വേഷണം പൂർത്തിയാക്കുന്നവരെ പോലീസിന് വളരെ ബലമായിട്ട് ജാമ്യം കൊടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി അത് മിക്കവാറും സ്വീകരിക്കും. അതിനിടയിൽ ഈ തെളിവിൻ്റെ യാതൊരു ലാഞ്ചനയും അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനയിൽ ഈ കേസ് ഡയറി പ്രകാരം ഇതുവരെ അന്വേഷണത്തിൽ നിന്നും പോലീസിനെ ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ മാത്രമേ ഹൈക്കോടതിയിൽ ജാമ്യം കിട്ടുള്ളൂ. അത് കേസ് ഡയറി എഴുതിയ ആളുകൾക്കും നോക്കുന്ന ജഡ്ജിക്കും മാത്രം ബോധ്യമാവേണ്ട കാര്യമാണ്. നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സാഹചര്യം ദിലീപിന് അനുകൂലമായിട്ട് വരണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള വ്യക്തികളൊക്കെ ഹാജരാകുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യണം. അവിടെ നിന്ന് റിസൾട്ട് കിട്ടാതിരിക്കണം. അതിന് ചിലപ്പോൾ ദിലീപിനെ കസ്റ്റഡി വേണ്ടി വരും. അതുകൊണ്ട് ജാമ്യം കൊടുക്കാൻ പാടില്ല. സ്വാധീനിക്കുമെന്നുള്ള സർവ്വസാധാരണമല്ലേ. അദ്ദേഹം ഇത്രയും നാൾ അദ്ദേഹം അടക്കി ഭരിച്ച് അദ്ദേഹത്തിൻ്റെ കാൽക്കീഴിൽ സിനിമാ ലോകം മുഴുവൻ കൊണ്ടുവന്നു, സംഘടനകളെ പിളർത്തി കൊണ്ടുവന്നു. അത്ര ഭീമമായ ഒരു ഒരു താണ്ഡവം ആടി ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ച വ്യക്തി സ്വാധീനിക്കില്ല എന്ന് ഒരു ജഡ്ജിയും തീരുമാനിക്കില്ല. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് നമുക്കൊരു 3 മിനിറ്റാണ് ഈ ചർച്ചയിൽ ബാക്കിയുണ്ടാകുക. എല്ലാവരിലേക്കും ഓരോ മിനിറ്റ് വീതം. ഏറ്റവും ആദ്യം ശ്രീ മമ്മി സെഞ്ചുറി. ഇപ്പോൾ ഇതാണ് അവസ്ഥ. ഓരോ ദിവസവും ചർച്ച വല്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ദിലീപിന് ഇന്നും ജാമ്യമില്ലാത്ത അവസ്ഥ. അപ്പോൾ ഇനി പുതിയ കഥകൾ ഈ ദിവസങ്ങളിൽ ഇനിയുള്ള ചർച്ചകളിലൂടെ ദിലീപിന് എതിരായി വന്നുകൊണ്ടിരിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാൻ ആദ്യമായി തന്നെ പറയട്ടെ, ലാല് പറഞ്ഞ പോലെ ഞാൻ ദിലീപിന് എതിരായിട്ട് ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ ദിലീപ് മലയാള സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ചരിത്രങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിനെ ശിക്ഷിക്കണമെന്നോ, അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കണം, യാതൊരു സംശയമില്ല. നിരപരാധിയാണെങ്കിൽ ശിക്ഷിക്കേണ്ട, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കൊരു വിശ്വാസമുണ്ട്, ഈ കേരള പോലീസിലും കേരള സർക്കാരിലും എനിക്കൊരു വിശ്വാസമുണ്ട്. ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള കേരള സർക്കാരും പോലീസും വളരെ സത്യസന്ധമായാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. കാരണം ഇവിടെ സാധാരണ ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ടായിരുന്നു, ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു വലിയ ആളൊരു കേസിൽപ്പെട്ടാൽ അത് ഒതുക്കി തീർക്കും, അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യം ഗവൺമെന്റിനും പോലീസിനും ഇല്ല എന്നുള്ളൊരു സംഭവത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഇവിടെ ഒരു സെലിബ്രിറ്റിയെ അറസ്റ്റ് ചെയ്ത ഒരു സംഭവം ഉണ്ടായി. അത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് അക്കാര്യത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർക്കും എതിരഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ സജി നന്ദ്യാട്ട്, അപ്പോൾ താങ്കൾ കരുതുന്നുണ്ടോ ഇനി ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും പുതിയ രീതിയിൽ ദിലീപിന്റെ മേൽ ആരോപണങ്ങൾ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന്? ശ്രീ സജി നന്ദ്യാട്ട് ഒന്നുകൂടി വ്യക്തമായി. സ്വാഭാവികമാണ്. പിന്നെ പറഞ്ഞോളൂ. ഞാൻ പറയാം, പക്ഷെ അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ട്. മമ്മി എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഞാൻ പറയുന്നത് വെറുപ്പിന്റെ അവസാനം എന്താവില്ല, സ്നേഹമാകും. ദിലീപിന് 2200 ഫാൻസ് അസോസിയേഷൻസ് യൂണിറ്റ് ഉണ്ട്. ആ 2200 ഫാൻസ് യൂണിറ്റുകളും ഒന്നും ഇതുവരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അടുത്തയിടയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് അവർക്ക് ചില ഊർജം ലഭിച്ചിട്ടുണ്ട്. ആ ഊർജത്തിൽ നിന്നും അവര് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നവമാധ്യമങ്ങളിൽ അവരുടേതായ പ്രതികരണം നടത്തുമ്പോൾ അത് സ്വാഭാവികമായി അവർക്കും പ്രതികരിക്കാൻ അവകാശമുണ്ട്. അതോടൊപ്പം തന്നെ എതിരായി അനുകൂലമായി പ്രതികരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ദിലീപിന് എതിരായി മാത്രം വരുമ്പോൾ അതിനെ കൈയടിക്കുകയും
ദിലീപിന് അനുകൂലമായി വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുകയും ചെയ്ത് എന്ത് ശരി ശ്രീ ബൈജു കൊട്ടാരക്കര, അതായത് ഈ പറഞ്ഞ കാര്യത്തിൽ ഇരയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇരയെ കുറിച്ച് എല്ലാ ദിവസവും നമ്മൾ ഇരയുടെ ഭാഗത്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ ഈ ദിവസം ദിലീപിനാണ് ജാമ്യം നിഷേധിക്കപ്പെട്ടത്. അതാണ് നമ്മൾ ചർച്ചയ്ക്കെടുത്തത്. അപ്പോൾ ശ്രീ സജി നന്ദിയാട്ട് പറഞ്ഞതുപോലെ ദിലീപിന്റെ ആരാധകരും ഒരുങ്ങിയിരിക്കുകയാണ് എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ മറുഭാഗത്തിനും വലിയ ഊർജ്ജമുണ്ടായി. ദിലീപിനെ കുറിച്ചുള്ള കൂടുതൽ ശക്തമായ തെളിവുകൾ നിരത്തി ആരോപണങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെയുള്ള ആവേശങ്ങളെ തല്ലിക്കെടുത്താനുള്ള ഇടയുണ്ടോ? ഈ ആരാധകരും ഈ ഫാൻസ് അസോസിയേഷനും രണ്ടാ. സജീന്ദ്രയായിട്ട് പറഞ്ഞത് ഫാൻസ് അസോസിയേഷന്റെ കാര്യമാണ്. എനിക്ക് തോന്നുന്നു ദിലീപിന്റെ ഫാൻസ് അസോസിയേഷനെ ഏറ്റവും കൂടുതൽ സ്പോൺസർ ചെയ്യുന്ന സജീന്ദ്രയായിട്ടാണെന്ന് സംശയമുണ്ട്. ഇപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഇയാളൊന്നും ഇങ്ങനെ സംസാരിക്കത്തില്ല. ഈ തിയേറ്ററുകളിൽ സിനിമ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സിനിമകളെ നശിപ്പിക്കുന്നത് ഈ താരങ്ങളുടെ സജീന്ദ്രയായിട്ട് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇനി ചർച്ചയിൽ നിന്ന് ഓടിക്കരുത്. അല്ല, ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ ഈ ഫാൻസ് അസോസിയേഷനുകളാണ് ഏറ്റവും കൂടുതൽ ഈ തിയേറ്ററുകളിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. സജീന്ദ്രയായിട്ട് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഈ ഫാൻസ് അസോസിയേഷൻ മൊത്തം കേൾക്കുമ്പോൾ എന്താണ് അവരുടെ ഉദ്ദേശം? എന്താണ്? ഇത് അനുകൂലമായിട്ട് കക്ഷി പറഞ്ഞല്ലോ, നമുക്ക് ഓർമ്മ. സജീവ് നന്ദിയാട്ടിന് ഇനി ദിലീപിനോട് ഒരു ആരാധന ഉണ്ടെങ്കിൽ എന്താണ് തെറ്റ്? അല്ല, ഒരു തെറ്റുമില്ല. ഞാൻ ആരാധനയല്ല പറഞ്ഞത്, ഞാൻ ഫാൻസ് അസോസിയേഷന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ അവരെല്ലാം അവിടെ കൂടിയിട്ട് ഈ പോസ്റ്റ് ഇടാൻ വേണ്ടി ഒരു പ്രേരണയാണ്. ശരി, അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടാൽ, മറുഭാഗത്ത് പോസ്റ്റ് ഇടുമ്പോൾ ഇപ്പുറത്തെ ഒരു പോസ്റ്റ് ഇട്ടാൽ എന്താണ് തെറ്റ് എന്നാണ് അഡ്വക്കേറ്റ് രാംകുമാർ ചോദിച്ചത്. കൂവുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇപ്പുറത്ത് പുകഴ്ത്തുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പ്രശ്നം. മറുഭാഗത്ത് ആരാണ് ലാലെ പോസ്റ്റ് ഇടുന്നത്? ഇത് കണ്ട് ഈ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചത് കണ്ടില്ല മനനൊന്ത കേരളത്തിലെ ജനങ്ങളല്ലേ ഇടുന്നത്? കേരളത്തിലെ ജനങ്ങൾ വിദ്യാഭ്യാസമുള്ളവരല്ലേ ഇടുന്നത്? അല്ലാതെ ആരാണ് പോസ്റ്റ് ഇടുന്നത്? ശരി, ആ കാര്യത്തിൽ നിങ്ങൾ അത് ദിലീപിനെ ശിക്ഷിക്കുന്നത് വരെ കാത്തിരിക്കാൻ തയ്യാറാണോ എന്നതാണ് പലരും ഈ ചർച്ചയിൽ പങ്കെടുത്തവർ ചോദിച്ചത്. അല്ല, അതിപ്പോ എനിക്ക് ഒറ്റ കാര്യമുള്ളൂ. മമ്മി സെഞ്ചുറി പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ പരിപൂർണമായിട്ട് യോജിക്കുന്നു. കേരള പോലീസിലും കേരള ഗവൺമെന്റിലും 100% ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇവിടെ നട്ടലുള്ള ഒരു ചീഫ് മിനിസ്റ്റർ തന്നെയാണ് കേരളം ഭരിക്കുന്നത്. ശരി, എന്തായാലും സമയത്തിന്റെ പരിമിതി കൊണ്ട് ഇടപെടുകയാണ്. വളരെ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് അഡ്വക്കേറ്റ് രാംകുമാർ, അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ശാന്തിവിള ദിനേശ്, ബൈജു കൊട്ടാരക്കര, ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ലഭ്യമായില്ല, പ്രകാശ് ബാര, മമ്മി സെഞ്ചുറി, ശ്രീ സുഭാഷ് ബാബു.